بسم الله الرحمن الرحيم الحمد لله رب العالمين والصلاة والسلام على أشرف المرسلين وعلى آله وصحبه أجمعين أما بعد വിശ്വവിഖ്യാതമായ ഹദീസ് ഗ്രന്ഥമായ റിയാദു സ്വാലിഹീൻ്റെ ക്ലാസ്സിലാണ് നാം ഉള്ളത്. ബഹുമാനപ്പെട്ട ഇമാം നബവി റഹ്മത്തുള്ളാഹിയെ ക്രോഡീകരിച്ച റിയാദു സ്വാലിഹീൻ എന്ന കിതാബാണ് നമുക്ക് മുന്നിലുള്ളത്. ജനങ്ങളുടെ ആത്മീയമായ കുറവുകളിൽ, ജനങ്ങളുടെ ഇബാദത്തുകളിലെ വീഴ്ചകൾ, ഭൗതിക താല്പര്യങ്ങൾക്ക് മുൻഗണന, ആത്മീയ കാര്യങ്ങൾക്ക് അവഗണന, ഇങ്ങനെ തുടങ്ങിയ കാലഘട്ടം മോശപ്പെട്ട ഘട്ടത്തിൽ കാലവും അതിൻ്റെ നിർമ്മാതാവും ഉത്തമനാവലോടുകൂടെ കാലഘട്ടത്തിൽ സഞ്ചരിക്കുന്ന ആളുകൾ മോശപ്രവണതയിലേക്ക് പോകുന്ന സമയത്ത് അവരാത്മീയമായി കൈപ്പിടിച്ചുയർത്താൻ വേണ്ടി ഇമാം നബവി ക്രോഡീകരിച്ച ഹദീസുകളാണ് റിയാദു സ്വാലിഹീൻ എന്നുള്ളത്. ഓരോ ഹദീസുകൾക്കും വ്യത്യസ്തമായ ബാബുകൾ കൊടുത്ത് ഇഖ്ലാസ് എന്ന ബാബിൽ തുടങ്ങി തൗബയിലൂടെ സഞ്ചരിച്ച് സബർ, സിദ്ഖ് എന്നൊക്കെ തുടങ്ങി മുഖദ്ദിമാത്തുകൾ കൊണ്ട് പിന്നീട് കിതാബുൽ അദബ്, കിതാബുൽ അത്ഇമാത്ത് തുടങ്ങി ചാപ്റ്ററുകളായി ക്രോഡീകരിച്ചിട്ടുള്ള സിസ്റ്റമാണ് ഈ കിതാബിൽ ഉള്ളത്. ഇതിലെ കിതാബുൽ മുഖദ്ദിമാത്തായ ഇഖ്ലാസ് എന്നതാണ് ഇന്ന് നമുക്ക് പഠിക്കാനുള്ള വിഷയം. ചാപ്റ്ററിന്റെ പേര് ബാബുൽ ഇഖ്ലാസി വ ഇഹ്ളാരിൻ നിയ്യ ഫി ജമീഇൽ അഅ്മാലി വൽ അഖ്വാലിൽ ബാരിസ വൽ ഖഫിയ. ബാബുൽ ഇഖ്ലാസ്, ഇഖ്ലാസിനെ കുറിച്ച് പറയുന്ന ബാബാണ്. ഇഖ്ലാസ് എന്ന് പറഞ്ഞാൽ തനിപ്പിക്കുക എന്നാണ്, എഡിറ്റ് ചെയ്യുക, കലർപ്പില്ലാതെ ആക്കുക എന്നെല്ലാം അതിൻ്റെ വാക്കർത്ഥം. അതായത് ഉദ്ദേശിക്കപ്പെടുന്നത് ചെയ്യുന്ന അമലുകളിൽ അള്ളാഹുവിന് വേണ്ടി മാത്രമാവുക. അമല് എന്ന് പറഞ്ഞാൽ പതിവായി ചെയ്യുന്ന കാര്യങ്ങൾ, അത് ഇബാദത്താണ്. ഇമാം നബി തുടക്കത്തിൽ പറഞ്ഞു, വമാ ഖലഖതുൽ ജിന്ന വൽ ഇൻസ ഇല്ലാ ലിയഅ്ബുദൂൻ. അള്ളാഹ് പറയാണ് പരിശുദ്ധ ഖുർആനിൽ, മനുഷ്യവർഗത്തെയും ജിന്നവർഗത്തെയും എനിക്ക് ആരാധനയ്ക്ക് വേണ്ടിയല്ലാതെ ഞാൻ സൃഷ്ടിച്ചിട്ടില്ല എന്നുള്ളത്. അപ്പോൾ നമ്മെ സൃഷ്ടിച്ചത് ആരാധനയ്ക്ക് വേണ്ടിയിട്ടാണ്. നമ്മുടെ ഓൾ ബോഡി ആരാധനയ്ക്ക് വേണ്ടിയിട്ടുള്ളതാണ്. ഓരോ ശരീരത്തിലെ ഭാഗങ്ങളും ആരാധനയ്ക്ക് വേണ്ടിയിട്ടുള്ളതാണ്. ആ ശരീരത്തിന്റെ ഓരോ ഭാഗങ്ങളും കൂടിക്കൂടി ചേർന്നതാണ് നാം. ആ ചേർന്ന നാമാണ് മുറക്കബാൻ നാമുള്ളത്. ആ നാം അള്ളാഹുവിന്റെ ആരാധനയ്ക്ക് വേണ്ടിയിട്ടാണ് ഉള്ളത്. അപ്പൊ നമ്മുടെ ശരീരത്തിന്റെ നിലനിൽപ്പുകളായതിന്റെ ഭക്ഷണം, വായു എന്നുള്ളത് അത് അള്ളാഹുവിന്റെ ആരാധനയ്ക്ക് വേണ്ടിയിട്ടുള്ളതാണ്. ആ ശരീരത്തിന്റെ ചിന്തകളും വിചാരങ്ങളും വികാരങ്ങളും ഓരോ അവയവങ്ങൾ കൊണ്ട് എന്താണോ സാധിക്കുന്നത്, ബുദ്ധി കൊണ്ട് അല്ല നാം നടക്കുന്നത്, ബുദ്ധി കൊണ്ട് നമ്മൾ ചിന്തിക്കുന്നു, കാലുകൊണ്ട് നാം നടക്കുന്നു, കൈകൊണ്ട് നാം പിടിക്കുന്നു, വായ കൊണ്ട് ഭക്ഷിക്കുന്നു. ഇങ്ങനെ ഓരോ ശരീരത്തിനും അതിൻ്റെതായ ഫംഗ്ഷനുകൾ എല്ലാം അള്ളാഹു ഇബാദത്തിന് വേണ്ടിയിട്ട് തയ്യാർ ചെയ്തു വെച്ചിട്ടുള്ളതാണ്. അപ്പൊ ബുദ്ധി കൊണ്ട് അള്ളാഹുവിന് ഇബാദത്തായിരിക്കണം ഒരാൾ ചിന്തിക്കേണ്ടത്. അവന്റെ നടത്തം ഇബാദത്തിലേക്കായിരിക്കണം അവൻ നടക്കേണ്ടത്. ഇങ്ങനെ ഇബാദത്തിന് വേണ്ടിയിട്ടാണ് അള്ളാഹു തആല നമ്മെ സൃഷ്ടിച്ചിട്ടുള്ളത്. ആ ചെയ്യുന്ന നിയ്യത്തുകൾ ഇബാദത്തിന് വേണ്ടി ആവണം. ഒരാൾ ഇബാദത്തിന് വേണ്ടി ശരീരത്തെ, അവയവത്തെ മാറ്റിവെച്ചു ഇബാദത്ത് ചെയ്യുന്നു, പക്ഷെ അവന്റെ നിയ്യത്ത് അത് ലില്ലാഹ്, അള്ളാഹുവിന് വേണ്ടി അല്ലെങ്കിൽ അത് നഷ്ട കച്ചവടമായി തീർന്നു. അപ്പൊ ചെയ്യുന്ന അമലുകളെല്ലാം അള്ളാഹുവിലേക്ക് ആക്കുക എന്നുള്ളതാണ് ഈ ചാപ്റ്ററിന്റെ പ്രമേയം. വഇഹ്ളാരി നിയ്യത്തി ഫി ജമീഇൽ അഅ്മാൽ, എല്ലാ അമലുകളിലും നിയ്യത്ത് കൊണ്ടുവരിക. എന്തിനാ നിയ്യത്ത് കൊണ്ടുവരുന്നത്? അപ്പൊ നിയ്യത്ത് കൊണ്ടുവരുന്ന സമയത്ത് അത് അള്ളാഹ്ക്ക് അല്ലാത്തതായിട്ട് മാറും. നാം ഔദുംകരയിൽ നിന്ന് വുളു എടുത്ത് പള്ളിയിൽ ചെന്ന് ഓടിച്ചെന്ന് തക്ബീർ കെട്ടുമ്പോൾ അത് അള്ളാഹ്ക്കാണ് എന്നുള്ളത് അവിടെ വരൂല. അപ്പൊ അവിടെ അള്ളാഹ്ക്കാണ് നിയ്യത്ത് വെക്കുന്ന സമയത്ത് അള്ളാഹ് അല്ലാത്തവർക്കല്ല എന്നുള്ളത് അവിടുന്ന് കിട്ടുകയും അത് അള്ളാഹുവിനാണ് എന്നുള്ളത് അവിടെ കിട്ടുകയും ചെയ്യും. അപ്പൊ ഇങ്ങനെ അമലുകളിൽ നിയ്യത്ത് വേണം. നിയ്യത്തുകൾ നിർബന്ധമായ നിയ്യത്ത് ഉണ്ടാവേണ്ടതുണ്ട്, അവിടെ കൊണ്ടുവരേണ്ട നിയ്യത്തുണ്ട്. നിയ്യത്തില്ലെങ്കിലും അത് ലക്ഷ്യത്തിന് സാധൂകരിച്ചു പോകുന്ന സംഗതികളും അതിലുണ്ട്. അപ്പോൾ പൊതുവെ എല്ലാത്തിലും നിയ്യത്ത് കൊണ്ടുവരിക എന്നുള്ളത് മറ്റൊന്ന്. നിയ്യത്ത് കൊണ്ടുവന്നിട്ടില്ലെങ്കിലും അത് അള്ളാഹുവിനാണ് എന്നുള്ളതാണ്. ഇപ്പൊ നമ്മൾ ഒരു 100 സ്വലാത്തെല്ലാം വേണ്ടിയിട്ട് ഇരിക്കുകയാണ് സുബഹിസ്കാരത്തിന് ശേഷം. അപ്പൊ ഞാൻ തിരുനബിയുടെ മേൽ സ്വലാത്തുല്ലാൻ വേണ്ടി ഞാൻ ഇരിക്കുന്നു എന്ന് എന്ത് ചെയ്യണം? നിയ്യത്ത് വെക്കണ്ട. 100 സ്വലാത്ത് നബിയുടെ മേൽ കിബിലക്ക് വേണ്ടിയിട്ട് വേണം, അള്ളാഹു തആലക്ക് വേണ്ടി ചൊല്ലുവാൻ ഞാൻ ഇരിക്കുന്നു എന്ന് നിയ്യത്ത് വെക്കേണ്ട ആവശ്യമില്ല. പക്ഷെ ചൊല്ലുന്നതിന്റെ ഉദ്ദേശം ആരായിരിക്കണം?
അള്ളാഹുലേക്ക് വേണ്ടിയായിരിക്കണം. അങ്ങനെ നിയത്തുകൾ നിബന്ധനയായിട്ട് വരുന്ന ഇബാദത്തുകളും നിബന്ധന അല്ലാതെ വരുന്ന നിയത്തുകളുണ്ട്. എന്തായാലും ലക്ഷ്യം അള്ളാഹുവിനാണ്. അത് അള്ളാഹ്ക്കല്ലെങ്കിൽ അമല് സ്വീകരിക്കൂല. ഇനിയിപ്പോ ഒരാൾ പള്ളിയിൽ വന്നുകൊണ്ട് ജനങ്ങളുടെ മുന്നിൽ വെച്ചുകൊണ്ട് 4 റക്അത്ത് ളുഹുറിന് തക്ബീർ കെട്ടി നിയത്ത് വെച്ചിട്ട് അദ്ദേഹം നിസ്കരിക്കുകയാണ്. അപ്പൊ നിയത്തോ അള്ളാഹ്ക്ക് വേണ്ടിയിട്ടാ. പക്ഷെ അവന്റെ ഉദ്ദേശം ഞാൻ വലിയ നിസ്കാരക്കാരനാണെന്നാണ് പറയാനാണെങ്കിലോ വിവാദത്തെടുത്തു, അതിൽ കലർപ്പ് കൂടി, അള്ളാഹു താല സ്വീകരിക്കൂല. അള്ളാഹു താല നമ്മളെ കാത്തുരക്ഷിക്കട്ടെ. അക്വാലി കൗലുകളിലും നിയത്തിനെ കൊണ്ടുവരണം. അൽ ബാരിസ വ്യക്തമായതും വൽ ഖഫിയ വ്യക്തമല്ലാത്തതും. അപ്പോൾ നമ്മൾ പറയുന്ന മനസ്സുകൊണ്ട് ചിന്തിക്കുന്ന അമലുകളും മനസ്സുകളിൽ നിന്ന് നാം നമ്മോട് തന്നെ പറയുന്ന കാര്യങ്ങളിലൊക്കെ നിയത്ത് വേണം, അള്ളാഹുവിനാണ് എന്നുള്ളത് അവിടെ കയറി വരണം. ബാബുൽ ഇഖ്ലാസി വഖ്ലാനക ജമീൽ അഹ്മാൽ വൽ അഖ്ബാൽ വൽ അഹ്സാ. ഖാല അല്ലാഹു തആല പറഞ്ഞു, വമാ ഉമിറു ഇല്ലാ ലിയഅ്ബുദുല്ലാഹ മുഖ്ലിസീന ലഹുദ്ദീൻ. വമാ ഉമിറു അവരോട് കൽപ്പിക്കപ്പെട്ടിട്ടില്ല, ലിയഅ്ബുദുല്ലാഹ അള്ളാഹുവിനെ ആരാധിക്കാൻ വേണ്ടിയിട്ടല്ലാതെ, മുഖ്ലിസീന ലഹുദ്ദീന ദീനിനെ അള്ളാഹുവിന് വേണ്ടി തനിപ്പിച്ചതാക്കിയിട്ട്, ദീനിന് അള്ളാഹുവിലേക്കുള്ള ഇഖ്ലാസ് സമർപ്പിച്ചവരായിട്ട് അള്ളാഹുവിന് വേണ്ടി ആരാധിക്കാനല്ലാതെ അവരോട് കൽപ്പിക്കപ്പെട്ടിട്ടില്ല. ഹുനഫാ ഹുനഫാ ഹനീഫുകളായിട്ട്. ഹുനഫ എന്ന് പറഞ്ഞാൽ മറ്റെല്ലാത്തിനെയും ഒഴിവാക്കിയിട്ട് അള്ളാഹുലേക്ക് മാത്രം, മറ്റൊന്നുമില്ല. അപ്പൊ ഹനീഫായിട്ടില്ലെങ്കിലോ അള്ളാഹുവിനുണ്ട് മറ്റുള്ളവർക്കുമുണ്ട് എന്ന രീതി വരും. ഇല്ല, അവിടെ ഹനീഫ ആവണം. ഹനീഫയായിട്ടായിരിക്കണം അള്ളാഹുലേക്ക് ഖിലാസ് വെക്കേണ്ടത്. വയുഖീമുസ്വലാത്ത നിസ്കാരം നിലനിർത്താൻ വേണ്ടിയിട്ടും, സക്കാത്ത് കൊടുത്തു വിട്ടാൻ വേണ്ടിയിട്ടും, ബദാലിക ദീനുൽ ഖയ്യിമ അതാണ് ചൊവ്വായ റെഡിയായ കൃത്യമായ വക്രതയില്ലാത്ത വളവില്ലാത്ത മതം. അതാണ് ദീൻ, അതാണ് യഥാർത്ഥ റൂട്ട്. എങ്ങനെ സക്കാത്ത് കൊടുത്തു വീട്ടി നിസ്കാരം നിലനിർത്തി, നിസ്കരിക്കുക എന്നല്ല പറഞ്ഞു, യുസല്ലൂന എന്നല്ല പറഞ്ഞു. അതെപ്പോഴെങ്കിലും എവിടെയെങ്കിലും ഏതെങ്കിലും സമയത്ത് കയറിയിട്ട് നിസ്കരിക്കുന്ന നിസ്കാരക്കാരെ അല്ല ഖുർആൻ പുകഴ്ത്തുന്നത്. വയുഖീമുസ്വലാത്ത നിസ്കാരം നിലനിർത്തുക, ടൈമിന് കൃത്യമായി സുന്നത്തുകളും ആദാബുകളും പാലിച്ച് നിബന്ധനയൊത്ത കൃത്യമായ നിസ്കാരം ആ നിലനിർത്തി കൊണ്ടുപോവുക എന്നുള്ള ആ ഒരു ഈ കൽപ്പനയാണ് നമ്മോട് എന്ത് ചെയ്തിട്ടുള്ളത്, വന്നിട്ടുള്ളത്. അല്ലാതെ നമ്മുടെ ഒരു ലൈഫിന്റെ ഒരു പ്രോസസ്സ് ആയിക്കൊണ്ട് എപ്പോഴെങ്കിലും കയറി വരുന്ന, നമ്മുടെ സൗകര്യത്തിനൊത്ത് തിക്കും തിരക്കും ജോലിയും കച്ചവടവും ഒക്കെ ഒഴിച്ച് വണ്ടിയുടെയും മൊബൈലിന്റെയും സൗകര്യങ്ങളൊക്കെ പാലിച്ച് മാനിച്ച് കയറി വരുന്ന ഒരു നിസ്കാരമല്ല അള്ളാഹു ആവശ്യപ്പെടുന്നത്. മറിച്ച് അതിന് കൃത്യമായ ഇഖാമത്ത് സ്വല നടത്തുന്ന ഒരു നിസ്കാരക്കാരെയും, സക്കാത്ത് അതിന്റെ അവകാശികളെ കണ്ടെത്തി അവർക്കുള്ള അവകാശത്തെ മനസ്സിലാക്കി കൊടുത്തു വീട്ടുന്ന സക്കാത്തുകാരും, ഈ ആളുകളെയാണ്, ഇഖ്ലാസോടുകൂടി ചെയ്യുന്ന ആളുകളെയാണ് വേണ്ടത് എന്ന് അള്ളാഹു താല പറഞ്ഞു. വദാലിക ദീനുൽ ഖയ്യിം അതാണ് ചൊവ്വായ മതം എന്ന് അള്ളാഹു താല പറഞ്ഞു. വേറെ സ്ഥലത്ത് വേറെ ആയത്തിൽ കാണാം, വഖാല തആല അള്ളാഹു താല പറഞ്ഞു, ലൻ യനാലല്ലാഹ ലുഹൂമുഹാ അള്ളാഹുലേക്ക് ആ ബലിമൃഗത്തിന്റെ ഇറച്ചികൾ എത്തുകയില്ല, വലാ ദിമാഉഹാ അതിന്റെ രക്തങ്ങളും എത്തുകയില്ല, വലാകിൻ യനാലുഹു തഖ്വാ മിൻകും നിങ്ങളുടെ തഖ്വയാണ് അള്ളാഹുവിലേക്ക് എത്തുക. പരിശുദ്ധമായ ദുൽഹിജ്ജയില് അറബിന് വേണ്ടി കാത്തു നിൽക്കുന്ന ആളുകളുണ്ട്. അവരോട് പറയാനുള്ളത്, നിങ്ങൾ പണം മുടക്കി പേരിനും പ്രശസ്തിക്കും നാട്ടിലും മഹലിലും പേര് കിട്ടാനും വേണ്ടിയിട്ട് അറുത്തുകൊണ്ട് നിങ്ങളുടെ പണം നിങ്ങൾ ചെലവഴിക്കല്ലേ, ഇല്ലാതെയാക്കല്ലേ, പാഴാക്കല്ലേ. അതിന്റെ നീയത്ത് നന്നാക്കണേ. അതിന്റെ ഇറച്ചി ആളുകളിലേക്കാണ് എത്തുക. അതിന്റെ ചോര പള്ളിത്തൊടുവിലും മറവ് നടത്തിയ മാർക്കറ്റിന്റെ പരിസരത്തുമാണ് പോവുക. പക്ഷേ അതിന്റെ ചോര ഭൂമിയിൽ പതിക്കുന്നതിന് മുമ്പായിട്ട് നിങ്ങൾക്ക് കൂലി രേഖപ്പെടുത്തുമെന്ന് മുത്തനബി പറഞ്ഞിട്ടുണ്ട്. പഠിച്ചവൻ പറയണത് അതിന്റെ ചോരയും മാംസവും അള്ളാഹുവിലേക്ക് എത്തുന്നില്ല എന്നുള്ളതാ. നിങ്ങളുടെ തഖ്വയാണ് അള്ളാഹുവിലേക്ക് എത്തുക. അപ്പോ ഒരു വലിയ മൃഗത്തെ അറുക്കുന്നുണ്ടെങ്കിൽ അതിന്റെ നീയത്താണ് അള്ളാഹുവിന് വേണ്ടത് എന്ന് സാരം. അകാല താല അള്ളാഹു താല പറഞ്ഞു, ഖുൽ ഇൻ തുഖ്ഫൂ മാ ഫീ സുദൂരിക്കും നിങ്ങൾ നിങ്ങളുടെ ഹൃദയങ്ങൾ വല്ലതും മറച്ചു വെച്ചാൽ, ഔ തുബ്ദൂഹു അല്ലെങ്കിൽ നിങ്ങൾ വെളിവാക്കിയാൽ, യഅലമുല്ലാഹ് അള്ളാഹു താല അറിയുന്നതാണ്. ഹൃദയത്തിന്റെ ഉള്ളിൽ സ്പന്ദനമായിട്ട് നാം എന്തെങ്കിലും വെച്ചു. ഹൃദയത്തിന് സംസാരം നമ്മുടെ നാവിലൂടെയാണ് വരുന്നത്, എഴുത്ത് നമ്മുടെ കരങ്ങളിലൂടെയാണ് വരുന്നത്. നാം ടൈപ്പ് ചെയ്താൽ അത് ഒരു
പ്രതലത്തിൽ പതിഞ്ഞിട്ട് അവിടെ നിന്നാണ് അത് വിസിബിൾ ആവുന്നത്. എന്നാൽ ഹൃദയത്തിന്റെ ഭാഷ അറിയുന്ന റബ്ബാണ് അവിടെ. അവിടെ വേർഡുകളില്ല, ലെറ്റേഴ്സ് ഇല്ല, വോയിസ് ഇല്ല, വോക്കലായിട്ടൊന്നുമില്ല. അവിടെ എന്താണ്, എങ്ങനെയാണോ അവിടെ സംഗതികൾ രൂപപ്പെടുന്നത്, ഏത് ഡിജിറ്റ് രൂപത്തിലാണോ അവിടെ ആശയങ്ങൾ ഡീകോഡ് ചെയ്ത് വെച്ചിട്ടുള്ളത് എന്ന് അറിയുന്ന അള്ളാഹുവിനെ അറിയാം. ആ അള്ളാഹു ആണ് പറയണത് അത് ഞാൻ അറിയുമെന്ന്. അതിനെക്കുറിച്ച് എനിക്ക് ഇൽമുണ്ട് എന്ന് അള്ളാഹു താല പറയാം. ഉണ്ടോ? നമ്മൾ വെളിവാക്കിയാൽ ഓക്കെ, അത് എഴുതിയോ പറഞ്ഞോ ആണെങ്കിൽ അത് വിസിബിളാ, എവരി വൺ കാൻ സി, ആർക്കും വിസിബിൾ ആണ്. പക്ഷെ ഇൻവിസിബിളായ ഒരു ലോകമുണ്ട്, ഹൃദയത്തിന്റെ ഉള്ളിൽ നമ്മൾ അവിടെ മറച്ചു വെച്ച ഒന്നുണ്ട്. അതിന് വോക്കലില്ല, ലെറ്റർ ഇല്ല, ഡിജിറ്റൽ ആയിട്ടൊന്നുമില്ല. പക്ഷെ അള്ളാഹു താല അതിനറിയും എന്ന് പറയുന്നതിന്റെ ഒരു ആയമുണ്ട്. അള്ളാഹു ജല്ല ജലാലുഹു നമ്മയൊക്കെ കാത്തു രക്ഷിക്കുമാറാകട്ടെ. അതൊക്കെ അള്ളാഹു താല അറിയും എന്ന്. ഇനി അപ്പോ ഈ ഭാഗത്ത് ഒരു ചാപ്റ്റർ പറഞ്ഞു, അതിലൊരു ടോപ്പിക് വരും. ടോപ്പിക്കിൽ ആദ്യം ഖുർആൻ വരും, പിന്നെ ഹദീസ് വരും. അപ്പൊ ഇവിടെ 3ഓളം ഖുർആന്റെ ആയത്തുകൾ വന്നു. ഇനി അതിൽ ഹദീസാണ് വരുന്നത്. വനമീരിൽ മുഅ്മിനീന അബി ഹഫ്സിൻ ഉമർ ബിൻ ഖത്താബ് ബിൻ ഉഫൈൽ ബിൻ ഉസ്സി ബിൻ റിയാഹ് ബിൻ അബ്ദുല്ലാഹ് ബിൻ ഖുർത്ത് ബിൻ റസാഹ് ബിൻ അദി ബിൻ കഅബ് ബിൻ ലുഅയ് ബിൻ ഗാലിബ് അൽ ഖുറൈശി അൽ അദബി റളിയല്ലാഹു അൻഹു. ഇമാം ബഹുമാനപ്പെട്ട ഉമർ റളിയല്ലാഹു അൻഹുവിന്റെ പരമ്പരയാണ് നമ്മോട് പറഞ്ഞത്. ഖാല മഹാനവറുകൾ പറയുന്നു, സമീഅതു റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം യഖൂൽ, അവിടുന്ന് പറയുന്നതായിട്ട് ഞാൻ കേട്ടു, ഇന്നമൽ അഅ്മാലു ബിന്നിയാത്ത്, എല്ലാ അമലുകളും നിയ്യത്തുകൾ കൊണ്ടാണ്. അപ്പൊ നമ്മുടെ അമലുകൾ, നിസ്കാരം, നോമ്പ്, ഹജ്ജ്, അറവ്, ഇങ്ങനെ തുടങ്ങി എന്തെല്ലാം നമ്മൾ അമലുകൾ ചെയ്യണ്ടോ അതൊക്കെ നിയ്യത്ത് അടിസ്ഥാനപ്പെടുത്തിയിട്ടാണ് അള്ളാഹുവിന്റെ അരികിൽ വേണ്ടത്. ഇവിടെ നാം ചെയ്യുന്നതൊന്നും അള്ളാഹുവിലേക്ക് എത്തിക്കുന്നതായിട്ടൊന്നുമില്ല. നാം ഫിത്ർ സക്കാത്ത് കൊടുത്തു, അത് മനുഷ്യന്മാർക്കാണ് കൊടുത്തത്. നമ്മൾ അറക്കുന്നു, അത് ഇവിടെ മനുഷ്യന്മാർക്കാണ് അത് ഇറച്ചി കിട്ടുന്നത്. എല്ലാ കർമ്മങ്ങളും നമ്മൾ ചെയ്യുന്നു, അതൊക്കെ ഇവിടെ മനുഷ്യരുമായി ബന്ധപ്പെട്ടതോ ജീവികളുമായി ബന്ധപ്പെട്ടതോ വസ്തുക്കളുമായി ബന്ധപ്പെട്ടതോ നമ്മുടെ ഈ ലോകത്ത് വിസിബിളായ സംഗതികൾക്കിടയിൽ നടക്കുന്ന ചില സംഗതികളാണ് നമ്മുടെ മുന്നിൽ. അതൊന്നും അള്ളാഹുവിലേക്ക് അവിടെ എത്തുന്നില്ല. പിന്നെ അള്ളാഹുവിലേക്ക് എന്താണ് എത്തുക? അതിന്റെ പുറകെ നാം അറ്റാച്ച് ചെയ്ത് വെച്ചിട്ടുള്ള നമ്മുടെ ഇന്റൻഷൻ, നമ്മുടെ തീരുമാനമാണ് അള്ളാഹുവിലേക്ക് വേണ്ടത്. നമ്മൾ തടിച്ചവരോ കറുത്തവരോ വെളുത്തവരോ മെലിഞ്ഞവരോ UAE യോ ഇമാറാത്തിയോ ഇന്ത്യക്കാരനോ ആരോ ആവട്ടെ, ദാറ്റ് ഡസൻ മാറ്റർ. ശേഷം അതിസമാനമായി നമുക്ക് വരുന്നുണ്ട്. അവിടെ അല്ല, മറിച്ച് നമ്മുടെ ഹൃദയം എന്താണോ പ്രസന്റ് ചെയ്യുന്നത്. ഒരു പള്ളിയിൽ നിസ്കരിക്കാൻ വേണ്ടിക്കൊണ്ട് ജുമയുടെ സമയത്ത് അനേകം ആളുകൾ ഒരുമിച്ച് കൂടി ഖിബിലക്ക് തിരിഞ്ഞുകൊണ്ട് അള്ളാഹുവിലേക്ക് ഒരേ സ്വരത്തിൽ ഒരേ ഭാഷയിൽ അള്ളാഹുവിനെ അഭിസംബോധന ചെയ്ത് അവർ അള്ളാഹുവിനോട് സംഭാഷണം നടത്തുമ്പോൾ അവിടെ അള്ളാഹു കാണുന്നത് പല ഹൃദയങ്ങളെയാണ്. ഓരോ ഹൃദയങ്ങളുടെ ഭാഷ അറിയുന്ന അള്ളാഹു, അവിടെ കൂലി ഏറിക്കുറഞ്ഞ് വ്യത്യാസമുണ്ടാവും. അപ്പൊ എന്ത് നമ്മൾ അള്ളാഹുവിലേക്ക് കൊടുക്കുന്നോ അതിന് മുന്നിൽ എന്താണോ നമ്മുടെ ഇന്റൻഷൻ, അതാണ് അള്ളാഹുവിന് വേണ്ടത്. മാനവ, ഓരോരുത്തരും കരുതിയത് അവർക്കുണ്ട്. അമലുകൾ കൊണ്ട് നിങ്ങൾ എന്താണോ ലക്ഷ്യം വെക്കുന്നത് അത് നിങ്ങൾക്കുണ്ട്. ഫമങ്കാന തിജ്റതുഹു ഇലല്ലാഹി വറസൂലിഹി, അള്ളാഹുവിലേക്കും റസൂലിലേക്കും, സ്വന്തം നാടിനെ, പെറ്റ നാടിനെ, വളർത്തിയ നാടിനെ വിട്ടുകൊണ്ട്, സമ്പാദ്യങ്ങൾ വിട്ടുകൊണ്ട്, സമ്പാദ്യ സോഴ്സുകൾ വിട്ടുകൊണ്ട് അന്യനാട്ടിലേക്ക് നിങ്ങൾ സ്വന്തം നാടിനെ അബാൻഡൻ ചെയ്തുകൊണ്ട് നാട്ടിലേക്ക് നിങ്ങൾ പോകുന്ന ഉത്തമമായ പ്രതിഫലമുള്ള, അള്ളാഹുവിന്റെ അരികിൽ വണ്ണമായ പ്രതിഫലമുള്ള ഒരു കാര്യമാണ്. ആ ഹിജ്റ നിങ്ങൾ ചെയ്യുമ്പോൾ നിങ്ങളുടെ ലക്ഷ്യം അള്ളാഹുലേക്കും റസൂലിലേക്കുമാണെങ്കിൽ ഒരു ജോഗ്രഫിക്കലായ ഒരു മൈഗ്രേഷൻ എന്നതിൽ കവിഞ്ഞ് ഒരു നാട്ടിൽ നിന്ന് മറ്റൊരു നാട്ടിലേക്കുള്ള ജസ്റ്റ് ഉള്ള ഒരു ട്രാൻസ്ഫർ എന്നതിൽ കവിഞ്ഞ് അതിന്റെ പുറകിൽ നിങ്ങൾ വെച്ചിട്ടുള്ള അള്ളാഹുലേക്കും റസൂലിലേക്കുമാണ് ഹിജ്റ എങ്കിൽ ഫൈജറത്തു ഇലല്ലാഹി വറസൂലി, ഹിജ്റ അള്ളാഹുലേക്കും റസൂലിലേക്കുമാണ്. അമങ്കാന്റെ ഹിജ്റത്തുൽ ദുനിയാവിനെ തേടാൻ വേണ്ടിയിട്ടാണെങ്കിൽ യുസീബുഹ, ആ ദുനിയാവിൽ നിന്ന് കച്ചവട താല്പര്യങ്ങളോ ഭൗതികമായ എന്തെങ്കിലും പേരോ പ്രശസ്തിയോ ജീവിത സൗകര്യങ്ങളോ ഉദ്ദേശിച്ചുകൊണ്ടാണ് നിങ്ങൾ മറ്റൊരു നാട്ടിലേക്ക് മൈഗ്രേഷൻ ചെയ്യുന്നത് എങ്കിൽ ഇമ്രാത്തിൻ എൻകിഹുവ, അല്ലെങ്കിൽ ഈ നാട്ടിൽ നിന്നുള്ള വിവാഹം കഴിക്കേണ്ട സ്ത്രീ അന്യ നാട്ടിലേക്ക് പോകുന്നു, അപ്പോൾ ആ നാട്ടിലേക്ക് നാം ഹിജ്റ പോയി കഴിഞ്ഞാൽ അവളെയും വിവാഹം കഴിക്കുക എന്ന് അതിന്റെ പിന്നിലുള്ള ഒരു നിങ്ങൾ പുറത്തു പറയാത്ത ഒരു രഹസ്യം കീപ്പ് ചെയ്തുകൊണ്ടാണ് നിങ്ങൾ ഹിജ്റ പോകുന്നതെങ്കിൽ അപ്പൊ ഫൈജറത്തു ഇലാ മാ ഹജറ ഇലൈഹി, ടു വാട്ട് പർപ്പസ് ഈ പെർഫോംഡ് ഹിജ്റ, ഏത് പർപ്പസിന് വേണ്ടിയിട്ടാണോ ഹിജ്റ പെർഫോം ചെയ്തത്, ടു ദാറ്റ് പർപ്പസ് ഇസ് ഹിജ്റ, അതിനാണ് അവന്റെ ഹിജ്റ.
അപ്പൊ അള്ളാഹുലേക്ക് റസൂലിലേക്കും ആണെങ്കിൽ ഹിജ്റ അങ്ങനെ വന്നു. അല്ല ദുനിയാവിന്റെ കച്ചവട താല്പര്യങ്ങളാണെങ്കിൽ ഹിജ്റ അങ്ങനെ പോയി. അല്ല ഒരു സ്ത്രീയെ കിട്ടാനാണെങ്കിൽ എങ്ങനെയാണോ നമ്മൾ വെക്കുക. അപ്പൊ ഹിജ്റ എന്നുള്ളത് ഒരു എക്സാമ്പിൾ. അപ്പൊ അത് ഇബാദത്ത്, നോമ്പ്, അറവ്, സംഘടന, കച്ചവട, ദീനിയായ എല്ലാ കാര്യങ്ങളും അത് നിയ്യത്തിന്റെ അടിസ്ഥാനത്തിലാണ് വരുന്നത് എന്ന് സാരം. ഈ ഹദീസ് റിവായത്ത് ചെയ്തത് ബഹുമാനപ്പെട്ട ഇമാം ബുഖാരിയും ഇമാം മുസ്ലിമുമാണ്. മുത്തഫഖുൻ അലൈഹിയായ ഹദീസാണിത്. പണ്ഡിത ലോകത്ത്, ഹദീസ് ലോകത്ത് ഇമാം ബുഖാരിയും ഇമാം മുസ്ലിമും ഒരേപോലെ റിവായത്ത് ചെയ്ത് കഴിഞ്ഞാൽ ആ ഹദീസാണ് ഹദീസുകളുടെ കൂട്ടത്തിൽ ഏറ്റവും പ്രബലമായിട്ടുള്ളത്. അതിന്റെ മീനിങ്ങും അതിന്റെ ആശയവും അതിൽ പറഞ്ഞ മസ്അലകളും അതല്ലാത്ത ഹദീസുകളിലും പറഞ്ഞ മസ്അലകൾക്ക് മേലെയായിരിക്കും. അതായിരിക്കും തെളിവുകളുടെ ഏറ്റവും മേലെ നിൽക്കുന്ന അടിസ്ഥാനമായിട്ട് വരുന്നത്. അതായിരിക്കും മദ്ഹബുകളിൽ വരെ അഭിപ്രായ വ്യത്യാസങ്ങൾ ഉണ്ടെങ്കിൽ ഈ മേലെയായിരിക്കുന്ന ഹദീസായിരിക്കും ഉണ്ടാവുക. അത് ഇമാം ബുഖാരിയാണ്. ഒന്ന് ഇമാം ബുഖാരിയും ഇമാം മുസ്ലിമും. ഇമാം ബുഖാരിയുടെ പേര് അബ്ദുല്ലാഹി മുഹമ്മദ് ബിൻ ഇസ്മായിൽ ബിൻ ഇബ്രാഹിം ബിൻ മുഗീറത്ത് ബിൻ ബർജിസ് ബൽ ജുഅഫി അൽ ബുഖാരി, അബുൽ ഹുസൈൻ മുസ്ലിം ബിൻ അൽ ഹജ്ജാജ് ബിൻ മുസ്ലിം ബിൻ അൽ ഖുശൈരി നിസാബുരി റളിയല്ലാഹു അൻഹുമാ ഫീ സ്വഹീഹൈഹിമാ. അവർ രണ്ടുപേരുടെയും സ്വഹീഹുൽ ബുഖാരിയിലും സ്വഹീഹ് മുസ്ലിമിലും അല്ലദൈനിഹുമാ സഹുൽ കുതാബിൽ മുസന്നഫ, രചിക്കപ്പെട്ട ഗ്രന്ഥങ്ങളിൽ ഏറ്റവും ഉത്തമം. പരിശുദ്ധമായ ഖുർആൻ മുസന്നഫല്ല, മുഅല്ലഫല്ല. അത് ക്രോഡീകരിച്ചതും അള്ളാഹുവിന്റെ കിതാബും ആണ്. അപ്പൊ അതാണ് ഖുർആൻ രചിക്കപ്പെട്ട ഗ്രന്ഥങ്ങൾ എന്നതിൽ നിന്ന് ഖുർആൻ അതിൽ പെടുന്നില്ല. അത് സൃഷ്ടിയല്ല, അള്ളാഹുവിന്റെ കലാമാണ്. അപ്പൊ അള്ളാഹുവിന്റെ കലാം അല്ലാത്ത പിന്നെ ഭൗതിക ലോകത്ത് രചന നടന്ന ഗ്രന്ഥങ്ങളിൽ ഏറ്റവും മേലെ നിൽക്കുന്നത് സ്വഹീഹുൽ ബുഖാരിയും സ്വഹീഹ് മുസ്ലിമാണ്. ആ സ്വഹീഹ് ബുഖാരിയും സ്വഹീഹ് മുസ്ലിമിലും അവർ പറഞ്ഞ ഐക്യകണ്ഠേന പറഞ്ഞ ഹദീസാണ് ഈ ഹദീസ്. അതാണ് ഈ ഹദീസിന്റെ പ്രാമുഖ്യവും ഉള്ളത്. അതിന്റെ പ്രമേയം ഇഖ്ലാസാണ്. അല്ലാഹു ജല്ല ജലാലുഹു ധാരാളം അറിയാൻ, പഠിക്കാൻ നമുക്ക് വലിയ തൗഫീഖ് നൽകുമാറാകട്ടെ. ആമീൻ യാ റബ്ബൽ ആലമീൻ.